അസ്സലാമു നമസ്കാരം. ഉസ്മാൻ കാസി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ജിദ്ദയിൽ നിന്ന് നമ്മളെ അയ്യറബാബിയിൽ നിന്ന് നമ്മൾ സനാബിലേക്ക് പോകുന്ന വീഡിയോ മാത്രമാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു സുഹൃത്തിന് സൗദി അവനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് റവാബിയിലോട്ട്. അപ്പോൾ പോകുന്ന കാഴ്ചയിൽ കാണാൻ വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയിലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇൻഷാല്ല ഏകദേശം സബ്സ്ക്രൈബർ ഏകദേശം നമ്മളെ ടാർഗറ്റ് ആവാനായിട്ട് ഇൻഷാല്ല ഇനിയും നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ കുറച്ച് ആൾ കൂടി ആയി കഴിഞ്ഞാൽ ഇൻഷാല്ല സബ്സ്ക്രൈബർ ആവും, ഇൻഷാല്ല നമ്മൾ കംപ്ലീറ്റ് ആവും ഇൻഷാല്ല. അപ്പോൾ ഇനി ഒരുപാട് കടമ്പകൾ കടക്കാണ്ട് എല്ലാവരും സപ്പോർട്ട് വേണം, തുടർന്ന് വേണം. ഇതുവരെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും ഇനിയും അങ്ങോട്ടും വേണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ജിസാൻ റോഡ് ജിദ്ദയിൽ ജിസാൻ റോഡ് തിരിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ റൈറ്റ് തിരിഞ്ഞ് പോലെ കേട്ടോ. സനാബിൽ അൽജാബിദൊക്കെ പുതിയ ഏരിയ ഇട്ടത്. അതായത് നമ്മൾ വിഷൻ 2030 ഭാഗമായിട്ട് ഒരുപാട് ഏരിയ പൊളിച്ചു പോയില്ല. അതിന് ശേഷം വന്നൊരു പുതിയ ഡെവലപ്പായ ഏരിയ കേട്ടോ. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന കാഴ്ചകളാണ്. രണ്ട് സൈഡിലും ബിൽഡിങ് കാര്യങ്ങളും പിന്നെ പുതിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് ഒരു അടിച്ചുപൊളി ഏരിയയാണ്. മെയിനായിട്ട് സൗദികളാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ ആ ഏരിയയിലൂടെ നമ്മൾ പോണത്. അപ്പോൾ പോകുന്ന കാഴ്ചകൾ ജസ്റ്റ് കാണിക്കാൻ വെച്ചിട്ടാണ്. ഇതൊരു വണ്ടി, പുതിയൊരു വണ്ടിയാണുള്ളത്, യാരിസാന്ന് തോന്നുന്നുണ്ട്. പുതിയ വണ്ടി കയറ്റി പോകണുണ്ടോ. വലത് സൈഡിൽ എന്തോ പ്രൊജക്റ്റ് വരുന്നുണ്ട്, അതിനാണ് തോന്നുന്നുണ്ടത്. മറച്ചിങ്ങനെ സൈഡിൽ. സിഗ്നൽ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയി നോക്കട്ടെ, ചിലപ്പോൾ കിട്ടാൻ പ്രയാസമാണ്. ഈ സിഗ്നൽ തന്നെ ഭയങ്കര റഷ് പിടിച്ച സിഗ്നൽ കേട്ടോ. ഈ സിഗ്നൽ സനാബിലിൽ ഫസ്റ്റ് സിഗ്നലാണിത്. സനാബിലേക്ക് പോകണേക്കില്ല, കുറഞ്ഞ ടൈം ഉണ്ടാവുള്ളൂ. അതിന് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇവിടെ കിട്ടിയ അപ്പുറം കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ കേച്ചിലായാലും അപ്പുറത്ത് കിട്ടാൻ പ്രയാസമാണ് സിഗ്നൽ. അപ്പോൾ തന്നെ റെഡ് ലൈറ്റ് വരും. കേച്ചിലായി വിചാരിക്കാം. ഇതിൽ റെഡ് കത്തിയാൽ കഴിഞ്ഞ്. അപ്പോൾ കേച്ചിലായിരിക്കും. സാധാരണ ഇവിടെ കുടുങ്ങലുണ്ട് കേട്ടോ. ഇത് നമ്മൾ സനാബിലേക്കുള്ള മെയിൻ റോഡുകൾ കടന്നിട്ടോ. ഇടത് സൈഡിൽ ഒന്നുമില്ല. ഇപ്പോൾ വലത് സൈഡിൽ ഫുള്ള് ഒരുപാട് ഷോപ്പുകൾ, നമ്മളറിഞ്ഞ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് നമ്മളാ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഷോപ്പ്. ഇന്ന് വ്യാഴാഴ്ച അതുകൊണ്ട് റോഡ് നല്ല റഷാണ് കേട്ടോ. വ്യാഴാഴ്ചകൾ ഇവിടെ അങ്ങോട്ടും വ്യാഴാഴ്ച രാത്രി ആയി കഴിഞ്ഞാൽ ഇനി വെള്ളിയാഴ്ച രാവിലെയൊക്കെ വരുള്ളൂ. പുറത്ത് പോയിട്ട് ജിദ്ദനെ പുറത്ത് പോയിട്ടും പിന്നെ ബീച്ചിലൊക്കെ പോയിട്ട് നല്ല ആർമാദിച്ച് ഫാമിലി ആൾക്കാർ പോയിട്ട് ആർമാദിച്ചിട്ട് അവർ വരല് രാവിലെ സുബഹിക്കൊക്കെ കയറാം. അവിടെയൊക്കെ അപ്പുറത്ത് കണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ നല്ല തിരക്കാണ്. വാഹനങ്ങൾ തിരക്കും, ഷോപ്പിൽ തന്നെ നല്ല ആളുകളാണ്. ഈ വലത് സൈഡിൽ കണ്ടെങ്കിൽ വലത് സൈഡിൽ ഇവിടെ SNBൻ്റെ ബാങ്ക് നല്ല റഷാട്ടോ മാഷാ അല്ലാ. ഇവിടെ സനാബിൽ ചില ഭാഗത്ത് ബിസിനസ്സൊക്കെ വളരെ ഡൗൺ ആണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഈ ഭാഗത്തൊക്കെ നല്ല വാഹനങ്ങളൊക്കെ തിരക്കും. അതിനനുസരിച്ച് കച്ചവടക്കാരും ഉണ്ടാവുമല്ലോ കടകളിലൊക്കെ. കുറച്ച് ഇടത് സൈഡിൽ കാലിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പുറത്തൊരു എന്താണ്ടെങ്കിൽ വലിയൊരു പാറക്കെട്ട്, അതായത് മല എന്നൊക്കെ പറഞ്ഞ മാതിരി ഇടത് സൈഡിലുണ്ടാവും മല. അതൊക്കെ ഇനി തുരഞ്ഞ് വരാറുള്ളൂ. ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മൺകൂനകൾ ഉണ്ടായിരുന്നു, ഒക്കെ പൊളിഞ്ഞു പോയി. അപ്പം അങ്ങനെ തുരഞ്ഞ് വരികയാണത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല വീഡിയോയിൽ. റോഡ് നല്ല റഷാണ് കേട്ടോ, വ്യാഴാഴ്ച അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണി ചങ്കളൊക്കെ എന്തുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഇൻഷാ അല്ലാ ഇനി വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇനി കളികൾ വേറെയാണ് ഇൻഷാ അല്ലാ. അതായത് ഇപ്പോൾ ഏകദേശം നമ്മളെ ടാർഗറ്റ് ആവാനായിട്ടുണ്ട് സബ്സ്ക്രൈബർ. ഇൻഷാ അല്ലാ ഇനിയും നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങളുടെ പുതിയ സുഹൃത്തുക്കൾ ഇനി കൂട്ടുകൂടുക ഇൻഷാ അല്ലാ. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ഇൻഷാ അല്ലാ ജിദ്ദയിൽ നിന്നുള്ള നല്ല കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ സപ്പോർട്ടാണ് വേണ്ടത് എല്ലാവരും.
അത്രയും ലോങ് ഡിസ്റ്റൻസിൽ വീഡിയോ കാണുന്നുണ്ടോയെന്നറിയില്ല. അത്രയും സ്ട്രൈറ്റ് റോഡാണ്. ചുരുങ്ങിയത് ഒരു 5-6 കിലോമീറ്റർ സ്ട്രൈറ്റാണ് ഈ റോഡ്. നമ്മൾ നാട്ടിൽ സുസ്കിയാണ് കഴിഞ്ഞ് പോയത്. ഈ റോഡ് സ്ട്രൈറ്റ് പോകണത്. ഇവിടെ ഉണ്ട് അൽത്താസ. അൽത്താസനെ നമ്മൾ ബ്രോസ്റ്റ് മാർക്കുള്ള ഷോപ്പാണ് അൽത്താസ. ബ്രോസ്റ്റിൻ്റെ വേറൊരു ഐറ്റംസാണ് കേട്ടോ. താസജി എന്നൊക്കെ പറയും, പലരും പല ഇതിലാണ് പറയല്. അപ്പുറത്ത് മാക്ഡൊണാൾഡ്സ് ഉണ്ട് ഞങ്ങളുടെ വലത്ത് സൈഡിൽ. മാക്ഡൊണാൾഡ്സ് ഇവിടെ ഒരു ഫുഡിൻ്റെ ഏരിയ ഉണ്ട് മാഷ. അതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഫുള്ള് താമസക്കാർ സൗദികളാണ്, മെയിനായിട്ട് സൗദികളാട്ടോ. ഇത്തിരി ഏരിയ നമ്മൾ വലത് സൈഡിൽ കണ്ടില്ല. അതിൻ്റെ ബാക്കിൽ ഇതിലൊക്കെ ഫുള്ള് താമസക്കാരാട്ടോ. അതായത് പുതിയ ഒരു ഏരിയ ആണിത്. ഇത് ഇടത്ത് സൈഡിലുണ്ടോ ഹൈപ്പർപാണ്ട? ഇടത്ത് സൈഡിലുണ്ടോ ഹൈപ്പർപാണ്ട? കണ്ടോ? അതിൻ്റെ അടുത്തത് വലിയൊരു മദ്രസ ഉണ്ട്. വലിയ മദ്രസയാണിത് കണ്ടോ? അത് ഇടത്ത് സൈഡിലുണ്ട്. ഇടത് സൈഡിൽ കണ്ടോ? ഇവിടെ അൽബേക്ക് വന്നോ? ഇവിടുത്തെ അൽബേക്ക് വന്നിട്ട് മാഷാ അല്ലാ. ഈ വലത്ത് സൈഡിൽ ചുവന്ന ബോർഡുണ്ടെങ്കിൽ വലത്ത് സൈഡിൽ അൽബേക്ക്. അൽബേക്ക് ഇവിടെ ഇല്ലേനുണ്ട്. അപ്പോൾ വന്നതാട്ടോ. ചുരുങ്ങിയത് 4-5 മാസത്തിന് ശേഷം വന്നതാണ്. ഞാൻ നാട്ടിൽ പോയതിന് ശേഷം എന്നോട് വന്നിട്ട് അപ്പോൾ വരികയാണ്. അപ്പോൾ അൽബേക്ക് വന്നിട്ടുണ്ട് മാഷാ അല്ലാ. ഇവിടെ ഈ മദ്രസയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ സനാബില്. നമുക്കിങ്ങനെ പോയൊക്കെ സിഗ്നൽ കിട്ടും നോക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ കിട്ടലില്ല ആദ്യമൊക്കെ. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. അന്ന് സിഗ്നലിൽ ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു അവിടെ. എന്താ റോഡ് പണി നടന്നുകൊണ്ട് സിഗ്നലൊക്കെ അടച്ചിട്ട്. ഇപ്പോൾ സിഗ്നൽ ഓൺ ആയിക്കണ്. പക്ഷേ റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിൽ നിൽക്കേണ്ടി വരില്ല. ചിലപ്പോൾ പണി കിട്ടും. അതന്നെ. അപ്പോൾ സിഗ്നലിൽ നിൽക്കുന്ന ആവശ്യം വന്നിട്ടില്ല കേട്ടോ. മറ്റേ നമ്മൾ സിഗ്നലിൽ നിൽക്കേണ്ടിയിരുന്നു. ഇപ്പോൾ സിഗ്നലിൽ നിൽക്കാതെ നമ്മൾ സർവീസ് റൂട്ടിൽ നേരെ പോകാം കണ്ടോ. മറ്റേ സിഗ്നലിൽ നിൽക്കേണ്ടിയിരുന്നു. ഇത് സർവീസ് റൂട്ട് നമുക്ക് നേരെ പോകാം. ഇതിൻ്റെ വലത് സൈഡിൽ ഇടത് സൈഡിലാണ് പിന്നെ അൽജാവീദിലേക്ക് പോകണം. അങ്ങോട്ട് അൽജാവീദ് അതും പുതിയൊരു ഏരിയയാണ്. അവിടെ കണ്ടമാനം ബിൽഡിംഗ് ഉണ്ട് മാഷാ അല്ലാ. പുതിയ അതായത് ചുരുങ്ങിയതൊരു 10-500 ബിൽഡിംഗ് ഒന്നിച്ച് വന്നിരിക്കുകയാണ്. 500 ബിൽഡിംഗ് നിങ്ങൾ ഏകദേശം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. 500 ബിൽഡിംഗ് മൊത്തത്തിൽ ഒന്നിച്ച് വന്നിരിക്കുകയാണ്. ഒരേ ടൈമിന് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 100-150-200 ഓപ്പൺ ആയിട്ടുണ്ട് ബിൽഡിംഗ് ഉണ്ട്. ഫുള്ള് താമസക്കാരാണ്. കമ്പനി അക്കോമഡേഷനും സാധാ സൗദികൾക്കുള്ള VIP ലെവൽക്കുള്ള അക്കോമഡേഷനൊക്കെ അതിലുണ്ട്. അത് ഏകദേശം ഇത്ര ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ബാക്കി ഓപ്പൺ ആവാണ്ട് ഈ പറഞ്ഞ അൽജാവീദിൽ കേട്ടോ. നമുക്ക് പിന്നെ റൈറ്റ് തിരിഞ്ഞ് പോകണം. നമ്മൾ സുഹൃത്തിൻ്റെ അതായത് കരിമ്പിലുള്ളൊരു സുഹൃത്ത് നമ്മുടെ സ്കൂളിൽ ക്ലാസ്മേറ്റാണ്. ഹൈസ്കൂളിൽ പഠിച്ചൊരു ക്ലാസ്മേറ്റിലെ കരിമ്പിൽ ഹനീഫുണ്ട്. അവൻ്റെ ഷോപ്പുണ്ട് ഇവിടെ ഈ സൈഡിൽ. ഇവിടെ തിരിഞ്ഞിട്ട് വന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ദിജാജ് റബി എന്ന് പറയും. റബോ കണ്ടാ ഒരു മഞ്ഞ ബോർഡിൽ വെച്ച് കാണുന്നത്. അത് അവൻ്റെ ഷോപ്പാണ്. നമുക്ക് റോഡിൽ ഇങ്ങനെ പോയിട്ട് അവൻ്റെ ഷോപ്പ് നമ്മളെ സൗദിനെ എടുക്കാൻ വേണ്ടി പോകണം. അവൻ്റെ വീട്ടിൽ പോവാണ്. റോഡൊക്കെ മാറി. റോഡിലൊക്കെ അമ്പായിട്ടോ. ഇവിടെ നമുക്ക് തിരിയാണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ തിരിയാനുണ്ട്. ഇവിടെ അപ്പോൾ ഇവിടെ തിരിഞ്ഞു. ഇനി നേരെ ഉള്ളിലോട്ട് പോകണം നമ്മൾ. ഇത് മൊത്തം സൗദികളുടെ ഏരിയയാണ് കേട്ടോ. മൊത്തം സൗദികളുടെ ഏരിയയാണിത്. വില്ലായിട്ടും ഫ്ലാറ്റായിട്ടും സൗദികൾ താമസിക്കുന്ന ഇതില്ല കേട്ടോ.
ഇവിടെ അവൻ്റെ വീട് കേട്ടോ. ഇതാണ് അവൻ്റെ വീട്. നമ്മൾ സൈഡാക്കി ഇവിടെ. അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അവിടെ നിന്ന് വരുന്നൊരു വീഡിയോ മാത്രമേ ഉള്ളൂ, മാറുന്നില്ല. ഇനിയിപ്പോൾ സൗദിനും അവൻ്റെ ഉമ്മാനും തിരിച്ച് നമ്മൾ ചീറ്റി റവാബിലോട്ട് കൊണ്ടുപോകാണ്ട്. അപ്പോൾ സൗദിയിൽ ഉണ്ടാകുമ്പോൾ ഫാമിലിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല. ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ അവനിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, മഅസ്സലാമ.